ഇന്ന് വന്നിരിക്കുന്നത് ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ പാനിലാണ് ഈ ഒരു ഫിഷ് ഗ്രില്ല് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഷ് ഗ്രില്ല് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ സാൽമൺ ഫിഷ് വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ആദ്യം തന്നെ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 11 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 5-6 പച്ചമുളക് എടുക്കാം, 2 തണ്ട് കറിവേപ്പിലയും എടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കാം. മീനിൽ മസാലയാക്കിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മീൻ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഫിഷ് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലുള്ളൊരു പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാനാണുള്ളത് അത് എടുക്കാം കേട്ടോ. ഇനി പാനൊന്ന് ചൂടായതിന് ശേഷം ഓരോ മീൻ വീതം വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പാനിൽ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. ഇനി പാന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഒരു വശം വെന്തിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കണം, മീൻ പൊട്ടിപ്പോവും. ഇനി വീണ്ടും 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി 2 മിനിറ്റ് കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഫിഷ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ ഫിഷ് ഗ്രില്ല് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.